ക്ഷേത്ര തിരുമുറ്റത്ത് 4 ഭാഗത്തായിട്ട് ദീപസ്തംഭങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അവരവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധാക്കിയവർ ആ ദീപസ്തംഭങ്ങളാണ് തെളിയിപ്പിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. അതിൽ മുഴുവനാക്കിയുള്ള ഭക്തമനസ്സുകൾ ചിരാതുകൾ വെച്ചുകൊണ്ട് എണ്ണയൊഴിച്ച് തിരിയിട്ട് തെളിയിപ്പിക്കണം. കുറച്ച് ചിരാതുകൾ അതിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിയും ചിരാതുകൾ വെക്കാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. അവരവർ ചിരാത് വെച്ച് എണ്ണ പകർന്ന് തിരിയിട്ട് തെളിയിപ്പിക്കുമ്പോഴാണ് തീർത്ഥം പുണ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തമനസ്സുകൾ അവരവർക്ക് നൽകിയിട്ടുള്ള ദീപസ്തംഭത്തിൽ അവരവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തമനസ്സുകൾ ദീപം തെളിയിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. ദീപസ്തംഭങ്ങളുടെ ഇടയിലൂടെ നടന്ന് ദീപം തെളിയിപ്പിക്കുമ്പോൾ ഇരു ഭാഗങ്ങളിലും ദീപങ്ങൾ തെളിയിപ്പിക്കപ്പെടുമ്പോൾ അവരവർ കൊടുത്തിരിക്കുന്ന സാരിയുടെ തുമ്പ്, ചുരിദാറിന്റെ ഷാള്, പരത്തിയിട്ടിരിക്കുന്ന തലമുടി എന്നിവ ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി വേണം ദീപങ്ങൾ തെളിയിപ്പിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് തിരിയുടെ തുമ്പ് പിഴിഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ട് വേണം തെളിയിപ്പിക്കാൻ. ഇടത് കൈകൊണ്ട് തിരിയുടെ തുമ്പ് പിഴിഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ടാണ് ദീപങ്ങൾ തെളിയിക്കേണ്ടത്. ഭക്തമനസ്സുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ദീപങ്ങൾ തെളിയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ക്ഷേത്ര തിരുമുറ്റത്ത് ദീപസ്തംഭങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബ വിളക്ക്, ദമ്പതി വിളക്ക്, ബാലവിളക്ക് എന്നിവ ശരിയാക്കിയിട്ടുള്ള ഭക്തമനസ്സുകൾ അവരവരുടെ പേര് വിവരങ്ങൾ ആ ദീപസ്തംഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാത് വിളക്കുകളാണ് ഭക്തമനസ്സുകൾ തെളിയിപ്പിച്ച് സമർപ്പിക്കേണ്ടത്. മറ്റുള്ളവർക്ക് തൊഴുകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അല്പസമയത്തിനുള്ളിൽ ക്ഷേത്ര കൊടിമരത്തിന് മുന്നിലുള്ള ദീപസ്തംഭത്തിലേക്ക് അഗ്നിനാളം പകരും. ദീപസ്തംഭത്തിലേക്ക് ക്ഷേത്രം തന്ത്രി പ്രത്യേക പൂജയ്ക്ക് ശേഷം അഗ്നിനാളം പകരുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് ക്ഷേത്ര തിരുസന്നിധി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ചിരാതുകൾ മറ്റ് ദീപങ്ങളിലേക്ക് പകരാൻ വേണ്ടി എല്ലാവരും ഒന്ന് സഹായിക്കണം. ഓരോ ദീപങ്ങൾ ഓരോരുത്തരായിട്ട് ക്ഷേത്ര മൈതാനത്തോട്ട് മൂവ് ചെയ്യണം. ക്ഷേത്ര മൈതാനത്തോട്ട് മറ്റു പന്തങ്ങൾ ആ ദീപങ്ങൾ പകർന്നു കൊടുക്കാൻ വേണ്ടി കുടുംബ വിളക്ക്, ദമ്പതി വിളക്ക്, ബാലവിളക്ക് എന്നിവ റെസിഡാക്കിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷേത്ര തിരുമുറ്റത്ത് 4 ഭാഗത്തായിട്ട് ദീപസ്തംഭങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അവരവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിദ്ധാക്കിയവർ ആ ദീപസ്തംഭങ്ങളാണ് തെളിയിപ്പിച്ച് അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടത്. അതിൽ മുഴുവനാക്കിയുള്ള ഭക്തമനസ്സുകൾ ചിരാതുകൾ വെച്ചുകൊണ്ട് എണ്ണയൊഴിച്ച് തിരിയിട്ട് തെളിയിപ്പിക്കണം. കുറച്ച് ചിരാതുകൾ അതിൽ റെഡിയാക്കിയിട്ടുണ്ട്. അതിനിയും ചിരാതുകൾ വെക്കാനുള്ള സ്ഥലം ഇട്ടിട്ടുണ്ട്. അവരവർ ചിരാത് വെച്ച് എണ്ണ പകർന്ന് തിരിയിട്ട് തെളിയിപ്പിക്കുമ്പോഴാണ് തീർത്ഥം പുണ്യമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭക്തമനസ്സുകൾ അവരവർക്ക് നൽകിയിട്ടുള്ള ദീപസ്തംഭത്തിൽ അവരവരുടെ പേര് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭക്തമനസ്സുകൾ ദീപം തെളിയിപ്പിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക. ദീപസ്തംഭങ്ങളുടെ ഇടയിലൂടെ നടന്ന് ദീപം തെളിയിപ്പിക്കുമ്പോൾ ഇരു ഭാഗങ്ങളിലും ദീപങ്ങൾ തെളിയിപ്പിക്കപ്പെടുമ്പോൾ അവരവർ കൊടുത്തിരിക്കുന്ന സാരിയുടെ തുമ്പ്, ചുരിദാറിന്റെ ഷാള്, പരത്തിയിട്ടിരിക്കുന്ന തലമുടി എന്നിവ ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി വേണം ദീപങ്ങൾ തെളിയിപ്പിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് തിരിയുടെ തുമ്പ് പിഴിഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ട് വേണം തെളിയിപ്പിക്കാൻ. ഇടത് കൈകൊണ്ട് തിരിയുടെ തുമ്പ് പിഴിഞ്ഞ് മുകളിൽ നിന്ന് താഴോട്ടാണ് ദീപങ്ങൾ തെളിയിക്കേണ്ടത്. ഭക്തമനസ്സുകൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ദീപങ്ങൾ തെളിയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ക്ഷേത്ര തിരുമുറ്റത്ത് ദീപസ്തംഭങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കുടുംബ വിളക്ക്, ദമ്പതി വിളക്ക്, ബാലവിളക്ക് എന്നിവ ശരിയാക്കിയിട്ടുള്ള ഭക്തമനസ്സുകൾ അവരവരുടെ പേര് വിവരങ്ങൾ ആ ദീപസ്തംഭങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതാത് വിളക്കുകളാണ് ഭക്തമനസ്സുകൾ തെളിയിപ്പിച്ച് സമർപ്പിക്കേണ്ടത്. ശ്രദ്ധയോടുകൂടി തെളിയിപ്പിക്കണം. പരമാവധി എല്ലാ ദീപങ്ങളും തെളിയിപ്പിക്കാൻ വേണ്ടി ഭക്തമനസ്സുകൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേസമയം ശ്രദ്ധയുണ്ടാകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ക്ഷേത്ര തിരുമുറ്റത്ത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേത്ര തിരുമുറ്റത്ത് തയ്യാറാക്കിയ ദീപസ്തംഭങ്ങൾ കുടുംബവിളക്ക്, ബാലവിളക്ക്, ദമ്പതി വിളക്ക് എന്നിവ റെസീറ്റാക്കിയവർക്ക് തെളിയിപ്പിക്കാനുള്ളതാണ്. അവരവരുടെ പേര് വിവരങ്ങൾ ഓരോ ദീപസ്തംഭത്തിലും എഴുതിയിട്ടുമുണ്ട്. ആ കുടുംബാംഗങ്ങൾ ആ ദീപസ്തംഭത്തിനടുത്ത് നിൽക്കുക. അവരാണ് ആ ദീപസ്തംഭങ്ങൾ തെളിയിപ്പിക്കേണ്ടത്. മറ്റുള്ളവരെല്ലാവരും മൈതാനത്തുള്ള മറ്റെല്ലാ ദീപങ്ങളും തെളിയിപ്പിക്കാവുന്നതാണ്. പരിപാവനമായ പവിത്രമായ ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്ര തിരുസന്നിധിയിൽ പനമണയിലെ ഭക്തമനസ്സുകൾ 8 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കാവിലമ്മയ്ക്ക് ലക്ഷദീപം സമർപ്പിക്കുകയാണ്. മണ്ഡലകാല മഹോത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് കലിയുഗ വരദനായിട്ടുള്ള ശ്രീധർമ്മ ശാസ്താവിന്റെ 18 പുണ്യപടികൾക്കുമേടെ വസിക്കുന്ന ശബരിമല അയ്യപ്പസ്വാമിയുടെ തങ്ക അങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന സമയത്ത് വിളിച്ചാൽ വെളിപ്പുറത്തമ്മയായി തട്ടകം വാഴുന്ന പരമണ്ണ ശ്രീ ഭദ്രകാളികാവലമ്മയുടെ തിരുസന്നിധിയിൽ ഭക്തമനസ്സുകൾ ഒരേ സമയം 1 ലക്ഷത്തോളം വരുന്ന ചിരാതുകൾ ഒരേ സമയം തെളിയിപ്പിക്കപ്പെടുന്ന ഭക്തി ദുർപരമായ ദീപാരാധന നടക്കാൻ വേണ്ടി പോകുന്നത് തീർത്തും ദൃശ്യവിസ്മയം തീർക്കുന്ന ഭക്തി ദുർപരമായ ചടങ്ങുകൾ നടക്കാൻ വേണ്ടി പോകുന്നത്. ദീപം തെളിയിപ്പിക്കുമ്പോൾ ഭക്തമനസ്സുകൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് സന്ധ്യാദീപം തെളിയിപ്പിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ദീപം തെളിയിപ്പിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ആദ്യ ദീപം തെളിയിപ്പിക്കണം. ദീപസ്തംഭം തെളിയിപ്പിക്കാൻ ഉള്ളവർ ക്ഷേത്ര തിരുമുറ്റത്ത് നിൽക്കുക. ബാക്കിയുള്ള ഭക്തമനസ്സുകൾ എല്ലാവരും ക്ഷേത്ര മൈതാനത്തോട്ട് കിഴക്കുഭാഗത്തോട്ട് ഇറങ്ങി എല്ലാ ദീപങ്ങളും തെളിയിപ്പിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് അറിയിക്കുകയാണ്. ലക്ഷദീപ സമർപ്പണത്തിന് ശേഷം ഒത്തുപുരയിൽ ലഘുഭക്ഷണ വിതരണമുണ്ട്. ഭക്തമനസ്സുകൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ദീപങ്ങളുടെ ഇടയിൽ നടന്ന് ദീപം തെളിയിപ്പിക്കുമ്പോൾ അവരുടെ സാരിത്തുണ്ട്, ഷാള്, ചുരിദാറിന്റെ ഷാള്, പരത്തേക്ക് തലമുടി എന്നിവ ഒതുക്കി കെട്ടിവെച്ച് ശ്രദ്ധയോടുകൂടി മുകളിൽ നിന്ന് താഴോട്ട് ഇടത് കൈ കൊണ്ട് തിരിയുടെ തുമ്പ് പിഴിഞ്ഞ് വലത് കൈ കൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് വേണം ദീപത്തെ തെളിയിപ്പിക്കാൻ. നാമം ജപിച്ചുകൊണ്ട് വേണം ദീപം തെളിയിപ്പിക്കാൻ. തിരുനടയിലുള്ളവരൊന്ന് ഇരുഭാഗത്തോട്ട് തൊഴുത് മാറണം. തിരുനടയിൽ തൊഴുത ഭക്തമനസ്സുകൾ തൊഴുത് ഇരുഭാഗങ്ങളിലേക്ക് മാറി മറ്റുള്ളവർക്ക് തൊഴുകാനും ദീപത്തെ തെളിയിപ്പിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കണം.